കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ നോയമ്പിലെ 14-ാം ദിനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു സത്യമുണ്ട്. അത് മറ്റതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചാൽ എന്ത് ലഭിക്കും എന്നൊരു ചോദ്യമാണ് ഇന്നത്തെ ഒരു വചനഭാഗം നമ്മൾ കാണുന്നത്. ഒരു വ്യക്തി ഉപവസിച്ചു പ്രാർത്ഥിച്ച ആ വ്യക്തിക്ക് എന്ത് നേട്ടമാണ്? ഉപവാസം മുഖേന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ലഭിക്കും എന്നൊരു വലിയൊരു ചോദ്യം നമ്മളെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഉപവാസം എടുത്തു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ചെയ്യേണ്ട എല്ലാ ദാനധർമ്മങ്ങൾ ചെയ്തു, ഞാൻ പാവപ്പെട്ടവരെ സഹായിച്ചു, പക്ഷെ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമുക്കിന്ന് യെശയ്യായുടെ പുസ്തകം 58-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് നോക്കാം. ഞങ്ങൾ എന്തിനാണ് ഉപവസിച്ചു, അങ്ങ് കാണുന്നില്ലേ? ഞങ്ങൾ എന്തിനാണ് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി, അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ? എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്, നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഉപവാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനോടും ദൈവമായി ആദ്യം രമ്യപ്പെടണം. ഞാനും എൻ്റെ ആത്മാവും രമ്യപ്പെടണം. ഞാനും എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു വലിയൊരു സന്ദേശം നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ ദൈവമായും മനുഷ്യനായും ഞാൻ എന്നെ തന്നെ ക്ഷമിച്ചുകൊണ്ട് സ്നേഹത്തിൽ ജീവിച്ചാൽ മാത്രമേ നമ്മൾ കാണിക്കുന്ന നോയമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന നോയമ്പ് അതൊരു അനുഗ്രഹമായി തീരത്തുള്ളൂ. അപ്പോൾ ദൈവവചനം കൊണ്ടും ദൈവത്തിൻ്റെ വിശുദ്ധി കൊണ്ടും ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ടും നമ്മൾ ഏതൊരു പ്രവൃത്തിയിൽ ഇറങ്ങിച്ചെന്നാൽ, അല്ല ഏതൊരു പ്രവൃത്തി നമ്മൾ ആരംഭിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നേരിട്ട് നമ്മുടെ ഇടയിൽ ഇറങ്ങി വരികയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഈ ഒരു യെശയ്യായുടെ പുസ്തകം, ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാവോ എന്നറിയില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു വചനഭാഗം ഒരു മനുഷ്യനും ദൈവം തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാനാണ് ഈ ഒരു വചനം നമ്മളിവിടെ കാണുന്നത്. അതായത് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്രയിൽ അവർ യാത്ര ചെയ്ത് നടക്കുമ്പോൾ അവർക്ക് ഉപവാസം, ഇന്നലെ ഒരു സ്ഥലത്താണെങ്കിൽ നാളെ കാനാൻ ദേശം, മരുഭൂമിയിലൂടെ ഒരു യാത്ര, ഇതെല്ലാം ഇസ്രായേൽ ജനം അനുഭവപ്പെടുകയാണ്. അപ്പോൾ നമുക്കറിയാം, ദൈവത്തിലേക്കുള്ള യാത്ര, ദൈവവിശ്വാസത്തിലേക്കൊരു യാത്ര ഒരിക്കലും സുഖകരമായ ഒരു യാത്രയല്ല. നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, സന്തോഷത്തോടും സമാധാനത്തോടുള്ള യാത്രയാകും. നമുക്ക് വഴിവെച്ച് മണ്ണയും കാടപക്ഷിയും വേണ്ടിയ ഭക്ഷണവും, ഇസ്രായേൽ ജനം അഗ്നി തൂണായി നിൽക്കുന്നതെല്ലാം നമുക്ക് കാണാൻ, പകൽ മേഘസ്തവും രാത്രി അഗ്നി തൂണായിട്ടിരിക്കുന്നതെല്ലാം നമ്മൾ കർത്താവിൻ്റെ ശക്തി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു ദൈവത്തിലേക്കൊരു യാത്ര ഒരു സിമ്പിൾ യാത്രയല്ലല്ലോ, മനസ്സിലാക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യം ഇതാണെന്ന്. ഇസ്രായേൽ ജനം യാത്ര ചെയ്ത പോലെ നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ട്രാവൽ ബിറ്റ്വീൻ ഫെയ്ത്ത് ആൻഡ് സീക്കിംഗ് ക്രൈസ്റ്റ്. വിശ്വാസം കൊണ്ട് ദൈവത്തെ സ്വീകരിക്കാനും ദൈവത്തെ കാണാൻ വേണ്ടി ഒരു യാത്രയാണ്. ഞാൻ ഇന്ന് യാത്ര തുടങ്ങുമ്പോൾ എനിക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. പക്ഷെ ഞാൻ യാത്ര തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതം എന്തായി മാറുകയാണ്? ഫെയ്ത്ത് ടുവേർഡ്സ് സീക്കിംഗ് ക്രൈസ്റ്റ്. വിശ്വാസം കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ കാണാൻ വേണ്ടിയുള്ളൊരു യാത്രയാണ്. വിശ്വാസം ചെന്ന് നിൽക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലും ദൈവത്തിൻ്റെ വിശ്വാസത്തിലും ദൈവത്തിൻ്റെ കുരിശിൻ്റെ ഈ കാഴ്ചവെട്ടിലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കുക. ഈ ഒരു ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ബഹളങ്ങളല്ല വേണ്ടിയത്. ശാന്തതയോടും വിനയത്തോടും നമ്മൾ ദൈവത്തെ സ്വീകരിക്കുകയാണ് ഏറ്റവും പരമപ്രധാനം. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ ഉപവസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താ അറിയും? നമ്മൾ ദൈവത്തിൻ്റെ പ്രീതി അല്ലെ ദൈവത്തിൻ്റെ ഒരു അറ്റൻഷൻ നേടാൻ വേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുന്നത്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത്, ഞാൻ ഉപവസിച്ചാൽ ദൈവം അത് തരും, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം കാണുന്നില്ലേ, ദൈവമേ കണ്ടില്ലേ, വെള്ളിയാഴ്ച ദിവസം ഞാൻ ഉപവസിക്കുക, അതുകൊണ്ട് 3 മണിയായി ഞാൻ കഞ്ഞി കുടിച്ചിട്ടില്ല. ഇതൊന്നും വെറുതെയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഉപവാസം എപ്പോഴും നമ്മുടെ ആത്മാവിന് ഒരു പൂർണ്ണ മനസാക്ഷി, ഒരു മനസ്സമാധാനം ഉണ്ടാകണം. ഇന്നത്തെ ദിവസം ഞാൻ ഉപവസിച്ചു, എൻ്റെ ആത്മാവിന് തകർച്ചകളൊന്നുമില്ല, എൻ്റെ ശരീരത്തിന് ക്ഷീണമൊന്നുമില്ല, ഞാൻ എന്നെ തന്നെ അല്ല ആശ്രയിച്ചത്, എൻ്റെ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നെ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞ് ഉപവസിച്ചാൽ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, ഈ നോയമ്പിൽ യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ആദ്യമായി അവൻ നീതിക്കും കരുണയ്ക്കും
അവനോടൊപ്പം ഏറ്റവും അധികം നീതികരുണ അവൻ കാണിക്കണം. സഹോദരനോടും എല്ലാ വ്യക്തികളോടും കരുണ അവൻ കാണിക്കണം. നീതിയും കരുണയും കാണിച്ചാൽ മാത്രമേ അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഐശയ 58 അധ്യായം 3 ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ശ്രേണിയാണ്. ഒരു പ്രോമിസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഒരു ബ്ലെസ്സിനാണ് ഈ ഒരു അധ്യായം കാണിക്കുന്നത്. പക്ഷെ ആദ്യം അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു മിശിഹ ദേവാലയം ശുദ്ധീകരിച്ചു. ഞാൻ എന്തിനാ ഉപവസിക്കുന്നത് എന്നെല്ലാം രണ്ടാമത്തെ ചോദ്യമാണ്. ആദ്യം ഞാൻ എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കണം, എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കണം, എൻ്റെ ചിന്തകളെ ശുദ്ധീകരിക്കണം. എന്നാൽ മാത്രം എൻ്റെ കൈകളും കാലുകളും ദൈവ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ നന്മ തേടി മുമ്പോട്ട് നയിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഈ നോയമ്പ് കാലത്ത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി ജീവിക്കാം, നന്മ ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.